ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആലുവ മണൽപ്പുറം ആണ്. അപ്പോൾ അവിടെ ശിവരാത്രി കഴിഞ്ഞിട്ട് ആലുവ മണൽപ്പുറത്ത് ഫെസ്റ്റ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാനൊക്കെയാണ് പോകുന്നത്. 15-ാം തീയതി മാർച്ച് 15 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നാണ് പോകുന്നത്. പോയിട്ട് അതിൻ്റെ ചെറിയ വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ റൈഡുകളിലൊക്കെ കയറിയതിൻ്റെ വീഡിയോ എടുത്തില്ല. ഒരുപാട് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങളൊരു റൈഡിൽ കയറി. പക്ഷേ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഒരു റൈഡിൽ കയറുന്നത്. പിന്നെ റൈഡിൽ കയറി ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെയും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ ചേട്ടനൊക്കെ സർബത്തൊക്കെ അടിക്കുന്നതിൻ്റെയൊക്കെ എടുത്തു. ഞാൻ അപ്പോൾ അതിനിങ്ങനെ നോക്കി നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. നല്ല രസമുണ്ട്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ചേട്ടൻ ഇത്ര ഉത്സാഹത്തോടെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തു, പിന്നെ മേടിച്ച് കുടിച്ചു. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ കഴിക്കുകയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്തേ. പിന്നെ ഇവിടെ ആകാശത്തൊട്ടിലും ആകാശ ഊഞ്ഞാൽ എല്ലാം ഉണ്ട്. ഞങ്ങൾ കയറിയത് തൊട്ടിൽ എന്നായിരിക്കും പറയുന്നത്. ഞങ്ങളങ്ങനെ പറഞ്ഞത്. പിന്നെ കുട്ടികൾക്കുള്ള റൈഡുകളുണ്ട്, മരണക്കിണറുകളുണ്ട്. ഞങ്ങളിങ്ങനെ കയറാൻ പറ്റുന്ന നല്ല രസമുള്ള അഡ്വഞ്ചറിൽ കയറി. എല്ലാത്തിനും 100 രൂപ കേട്ടോ കയറുന്നതിന്. ഇതിലാണ് ഞങ്ങൾ കയറിയത്. അത് ആകാശത്തൊട്ടിലാണ്. പക്ഷെ ഞങ്ങൾ അത് കയറി ഇരുന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ അഡ്വഞ്ചർ. ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. ഭയങ്കരമായിരുന്നു. മേളിൽ നിന്ന് ഒരുപാട് ബാക്കിലേക്ക് ഒരുപാട് പൊങ്ങിയിട്ട് താഴുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പാതാളത്തിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഇവിടെ കയറുന്നതിൻ്റെ തുടക്കം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഫോണിന് പിടിക്കാൻ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നടുക്കിരുന്നോ? ഇല്ല. സത്യം ഞാൻ ഒന്നും ഇപ്പൊ കണ്ണടച്ചിരിക്കും. ഒരിക്കലും ഓരോ വീഡിയോ കാര്യം മാത്രമേ ആലോചിച്ചിട്ട് എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാനൊന്നും അറിയിട്ടില്ലല്ലോ, ഞാൻ കണ്ണടച്ചിരിക്കേ. ഞങ്ങൾ ആകാശത്തുള്ളിൽ കയറിയിട്ട് പിന്നെ ഇവിടെ ബജ്ജി മേടിക്കാൻ വന്നു. ഞങ്ങൾ മേടിച്ചത് പാനിപ്പൂരി കേട്ടോ. ഒരു സെറ്റ് മേടിച്ചു, വലിയ കഴിച്ച്. പക്ഷെ ഇതിനു മുമ്പ് പണ്ട് പാനിപ്പൂരി കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചെയ്ത് മരണക്കിണർ, അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നതാണ്. നമ്മളെല്ലാവരും കാണിച്ചു തരില്ല, പ്രകടനങ്ങളൊക്കെ കാണിച്ചു തരികയല്ലേ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെയും കൂടി കാഴ്ചകൾ കാണാം കേട്ടോ. കയറിയപ്പം ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്ന ആൾക്കാരുകൾ ആദ്യം വന്നില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ ചെറിയൊരു ബൈക്ക് എടുത്തിട്ട് ആദ്യം റൗണ്ട് അടിച്ച് കാണിച്ചതാണ്. ഇപ്പോൾ ബുള്ളറ്റൊക്കെ ആയിട്ടാണ് ചേട്ടൻ വരുന്നത്. ഇപ്പോൾ ബുള്ളറ്റും കൊണ്ട് മരണക്കിണറിൽ ഓടിക്കുന്നതാണ് ഇവിടെ ആ ചേട്ടൻ കാണിക്കുന്നത്. ഇവിടെ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അങ്ങനെ ചേട്ടൻ ബുള്ളറ്റ് മരണക്കിണറിലൂടെ എടുത്ത് വണ്ടി ഓടിക്കാൻ പോവാണ്. ഇനി താഴെ കാണുന്ന 3 കാറുകളും ഇതിലൂടെ തന്നെ ഓടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകൾ കാണാതെ.
അങ്ങനെ മരണക്കിണറിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ മൊത്തം ഒന്ന് കാണിച്ചേക്കാന്ന് ഇങ്ങനെ എടുത്തു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾ മറ്റൊരു സംഭവം കൂടി അവിടെ കാണാനിടയായത്. അതായത് ഈ ഫിഷ്, പൂച്ച, പേർഷ്യൻ ക്യാറ്റ് അങ്ങനെയുള്ള ഒക്കെനെ കാണിച്ചേക്കുന്നതാണ്. അപ്പം അതും കൂടി ഒന്ന് കയറി കണ്ടേച്ച് പോകാമെന്ന് കരുതി. പക്ഷേ ഇത് കയറി കണ്ടിട്ട് വലിയ രസമൊന്നും തോന്നുന്നില്ല. മൊത്തം അഴുക്ക് പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോ പല വ്യത്യസ്ത ഇനം മത്സ്യങ്ങളൊക്കെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ പാരറ്റ്, പല തത്തകളുടെ പല പല രീതിയിലുള്ള തത്ത, വിദേശ ഇനം തത്തകൾ, പൂച്ചകൾ, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ വീട് കാണാനുള്ളത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടേച്ച് വരാട്ടോ. ഒരുപാട് കിളികളും ഒക്കെയുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്ന് കാണിച്ചിട്ട് പോവാണ്. എല്ലാം നമ്മുടെ ഇവിടെയുള്ള പക്ഷി മൃഗങ്ങളൊന്നുമല്ല, എല്ലാം പുറത്തുനിന്നുള്ള പാരറ്റുകളൊക്കെയാണ് കേട്ടോ. തത്തകളുടെ പല ഇനം വെറൈറ്റി തത്തകളൊക്കെ ഉണ്ട്, പ്രാവുകളൊക്കെയാണ്. ഇതൊക്കെ ഈ കൂട്ടിലടക്കപ്പെട്ട് എന്തോ ഇങ്ങനെ എല്ലാം തളർന്നു കുത്തിയിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടൊക്കെയല്ലേ, അതുകൊണ്ട് അതിന് നല്ല ചൂടൊക്കെ കേട്ടോ ഇവിടെ. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിലാണ് എല്ലാവരും ഒരു ആക്റ്റീവായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒരു പ്രാവിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ കിളികളൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പേര് അറിയാമെങ്കിൽ എല്ലാത്തിൻ്റെയും പേര് കൂട്ടി ഒരു കമൻറ്റ് ഇടുക. ആർക്കെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തൊരു കമൻറ്റ് ഇടും. അപ്പോൾ ഇത് നമുക്കിവിടെ എല്ലാം കണ്ടേച്ച് നമ്മളങ്ങ് ഇറങ്ങുവാണ്. ഇതിന് തീറ്റ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഉടുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഉടുമ്പ് ചത്തുപോലെ കിടക്കുക. ചത്തതാണോ ഇനി ഉറങ്ങുന്നതാണോ എന്നറിയത്തില്ല. ഞങ്ങളിത് ഏകദേശം 9 മണിയൊക്കെ ആയി ഇവിടെ ഇറങ്ങാൻ. ഈ സമയം ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം രാത്രി 9 മണിയാണ്. ഇനി മൃഗങ്ങൾക്ക് ഉറങ്ങണ്ടേ, ഉറങ്ങുമൊക്കെയാണോ എന്നറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്ന് ഓടിച്ച് വിട്ടെടുക്കുന്നതാണ്. എല്ലാവരും കണ്ടിട്ടുള്ളത് ഇത് മുള്ളം പന്നിയാണെന്ന് തോന്നുന്നു. ചെറുതാ, ഇല്ല എലിയുടെ വർഗ്ഗത്തിൽപ്പെട്ട സംഭവങ്ങളെല്ലാം ഇവിടെയുള്ളതെല്ലാം. ഇത് പേർഷ്യൻ ക്യാറ്റ് കണ്ടോ. എല്ലാം പൂച്ചകളൊക്കെ അങ്ങനത്തെ വിദേശ ഇനം പൂച്ചകൾ, കിളികൾ, അതെല്ലാം കണ്ട് ഞങ്ങളിനി പോവുകയാണ്. ഇതും കൂടിയുള്ളൂ കാണാൻ ഇവിടെ. ശരിക്കും വരേണ്ടത് ശിവരാത്രി സമയങ്ങളൊക്കെയാണ്. നല്ല തിരക്കൊക്കെ കേട്ടോ ആ സമയത്ത്. പിന്നെ പോയി ഇപ്പോൾ മറ്റേ നോമ്പ് കാലം ആയതുകൊണ്ട് അങ്ങനെ ഒരു തിരക്കും കൂടി ഇല്ലാണ്ടായി. നോമ്പൊക്കെ ആയതുകൊണ്ട്. പിന്നെ പെസഹ വ്യാഴമൊക്കെ അല്ലായിരുന്നോ, അതിൻ്റെയും തിരക്ക് അങ്ങനെ ഒരു വന്നതുകൊണ്ടും തിരക്ക് നന്നേ കുറവായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല തിരക്കൊക്കെയാണെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞത്. പൂച്ചകളുടെ പല ഇനം വെറൈറ്റികളാട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ ഒരു കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇനി നേരെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണേ. ലൈക്കൊക്കെ ചെയ്ത് കമൻറ്റും ഇട്ട് ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് പോണേ. അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.